സർക്കാരിന്റെ പദ്ധതികൾ, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ അതിങ്ങനെ നടത്തിയിട്ട് മുനിസിപ്പാലിറ്റി വലിയ സംഭവമാണെന്ന് പറഞ്ഞ കാര്യമുണ്ടാവും. തിരുവങ്ങാടി പഞ്ചായത്തിൽ നിന്നും നഗരത്തിലേക്ക് മാറി, മുനിസിപ്പാലിറ്റിയിലേക്ക് മാറി. എന്താ പൊന്നാര സഹോദരന്മാരെ നിങ്ങൾക്കുണ്ടായ ഗുണം? ടാക്സ് കുറച്ച് കൂട്ടി, ബിൽഡിംഗ് പെർമിറ്റിന്റെ പൈസ പഞ്ചായത്തിന്റെ ഇരട്ടിയായി, ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ കുറച്ചും കൂടി നേരം വൈകി. വേറെ ഗുണം കിട്ടുക. പക്ഷെ ഞങ്ങളിൽപ്പെട്ട ചില ആളുകളൊക്കെ ചെയർമാൻമാരാകുമ്പോൾ എന്താ ചെയ്യാറില്ല? പദ്ധതികളുണ്ടാക്കി, മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി, പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും നഗരവികസന മന്ത്രാലയത്തിൽ നിന്നും ഫണ്ട് ചോർത്തിക്കൊണ്ട്, ആ ഫണ്ട് വാങ്ങിക്കൊണ്ടുകൊണ്ട് ആ മാസ്റ്റർ പ്ലാന്റെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡുകളിലേക്കും വികസന പദ്ധതികൾ കൊണ്ടുവരണം. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഉള്ള ആസ്തി വികസന ഫണ്ടും കേരള സർക്കാരിന്റെ ജനകീയ പദ്ധതികളും ഞങ്ങളാ നടത്തിയതുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? കേരളത്തിലെ പല പഞ്ചായത്തുകളിലും ഭൂമിയില്ലാത്ത ഭൂരഹിതർക്ക് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ പങ്കെടുത്തിരുന്നു 2 ആഴ്ച മുന്നേ എറണാകുളം മട്ടാഞ്ചേരി നഗരസഭയിൽ ഒരു UDF റിബലായി നയിച്ച പഴയ മുസ്ലിം ലീഗുകാരനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മട്ടാഞ്ചേരി എന്ന് പറയുന്ന ഒരു വാർഡിൽ ഒരു പരിപാടിക്ക് ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. 300 ചില്ലാനം ഫ്ലാറ്റാണ്. ആ നഗരസഭയിലെ കൊച്ചി കോർപ്പറേഷന് 300 ചില്ലാനം ഭൂരഹിതരെ 450-500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടോടുകൂടി അവരുടെ സ്വന്തം പേരിൽ ആധാരം കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു കോർപ്പറേഷൻ കൗൺസിലർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ കേരള ഗവൺമെന്റിന്റെ കീഴിൽ? ഞാൻ ലീഗ് റിബലായി വരിച്ച ലീഗുകാർ എന്ന് പറയുന്ന കാരണം എന്താ അറിയോ? ഇടതുപക്ഷത്തിന്റെ സെറ്റ് മാത്രം നല്ലതുണ്ടായിരുന്നത്. ആർജവമുള്ള ഓരോ കൗൺസിലർമാരും മെമ്പർമാരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണക്ക് പോയി നോക്കൂ. പെരിന്തൽമണ്ണ നഗരസഭ, കഴിഞ്ഞ നഗരസഭ സലീം ഖാന്റെ നഗരസഭ ചെയ്ത ഫ്ലാറ്റ് സമുച്ചയം ഒന്ന് പോയി നോക്കുക. എന്റെ തിരുവങ്ങാടിക്കാർക്ക് ഇത് കിട്ടൂലേ? പാലക്കാട് മുനിസിപ്പാലിറ്റി പാർട്ടി ഏതോ ആവട്ടെ 2 പ്രാവശ്യം അമൃത പദ്ധതി, ഒരു പ്രാവശ്യം 656 കോടി രൂപ, ഒരു പ്രാവശ്യം 813 കോടി രൂപ ഒരു നഗരസഭയിലേക്ക് ഭരിക്കുന്ന പാർട്ടിയിലായിരിക്കും. ആ അവകാശം വെച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോയാൽ നമുക്ക് കിട്ടുമല്ലോ. എന്താ അതിന് പോവാത്ത? ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളെ, ഇവിടുത്തെ പ്രവാസി 10ാം ക്ലാസ് പാസ്സായിട്ടും ഡിഗ്രി പാസ്സായിട്ടും അല്ലെങ്കിൽ തോറ്റിട്ടും ഗൾഫിലേക്ക് പിന്നെ ഭാര്യയുടെയോ ഉമ്മയുടെയോ പണ്ടം പണയം വെച്ച് ഗൾഫ് പോയി അവൻ അധ്വാനിച്ച് ആ അധ്വാനിച്ചതിന്റെ പുഷ്ടി ഇങ്ങനെ ഈ പള്ളിയെ പോലെ പലതും ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ പറഞ്ഞ കാര്യമുണ്ടോ? പണ്ട് ഇവിടെ ഓടിന്റെ പള്ളി, ഇപ്പൊ എന്താ പള്ളി ഞങ്ങൾ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന കുറെ പ്രാവശ്യം പറഞ്ഞാൽ അതാണ് ഈ ഗീബൽസിയൻ സിദ്ധാന്തം. ഗീബൽസിയൻ സിദ്ധാന്തം നുണ 1000 പ്രാവശ്യം നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റിയാൽ നമ്മൾ വിശ്വസിക്കും. ആ രൂപത്തിൽ വിശ്വസിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് സാധ്യമാവണം.